ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ മലയാള സിനിമയിൽ നിന്നും രണ്ട് പ്രമുഖർ രാജിവെച്ചിരിക്കുകയാണ്. നടൻ സിദ്ദിഖും സംവിധായകൻ രഞ്ജിത്തുമാണ് അവരുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്. 2 വിക്കറ്റുകളാണ് മലയാള സിനിമയിൽ നിന്നും ഇപ്പോൾ വീണിരിക്കുന്നത്. അടുത്ത വിക്കറ്റ് ആരുടെയാണെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ചർച്ച. നടി ഉന്നയിച്ച ലൈംഗിക ആരോപണത്തിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് നടൻ സിദ്ദിഖ്. സംഘടനയുടെ പ്രസിഡന്റായ മോഹൻലാലിന് സിദ്ദിഖ് കത്തയച്ചു. സിദ്ദിഖിനെതിരായ ആരോപണം നടി ആദ്യമായി ഉന്നയിച്ചത് 2016-ലായിരുന്നു. അതേസമയം ധാർമ്മികമായി തുടരുന്നത് ശരിയല്ലെന്ന് തോന്നി അതുകൊണ്ട് രാജിവെച്ചുവെന്നാണ് സിദ്ദിഖിന്റെ പ്രതികരണം. നടി ഉന്നയിച്ച ലൈംഗിക ആരോപണങ്ങളെപ്പറ്റി ഇപ്പോഴൊന്നും പറയാനില്ലെന്നും സിദ്ദിഖ് പ്രതികരിച്ചു. ഇപ്പോൾ സിദ്ദിഖ് ഊട്ടിയിലാണ് ഉള്ളതെന്നാണ് താരം പറയുന്നത്. അതേസമയം സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. മോശമായി പെരുമാറിയെന്ന ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് രഞ്ജിത്തിന്റെ രാജി. രഞ്ജിത്ത് രാജിവെക്കേണ്ടത് അനിവാര്യമാണെന്ന് LDF നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് രഞ്ജിത്ത് രാജിവെക്കാൻ നിർബന്ധിതനായത്. വയനാട്ടിലുള്ള രഞ്ജിത്ത് ഇന്നലെ തന്നെ കാറിൽ നിന്ന് ഔദ്യോഗിക നെയിം ബോർഡ് മാറ്റിയിരുന്നു. സിനിമാ ചർച്ചകൾക്കിടെ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന് ബംഗാളി നടി ശ്രീലേഖ മിത്ര നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. 2009-2010 കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറിയെന്നാണ് ശ്രീലേഖ മിത്ര വെളിപ്പെടുത്തിയത്. ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ പേടിച്ചാണ് കഴിഞ്ഞതെന്നും ശ്രീലേഖ മിത്ര പറഞ്ഞു. സംഭവത്തിൽ പരാതി അറിയിച്ചിരുന്നു. പരാതി പറഞ്ഞത് ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിനോടാണ്. എന്നാൽ ആരും പിന്നീട് തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും നടി പറയുന്നു. പാലേരി മാണിക്യം സിനിമയിലും മറ്റു മലയാള സിനിമകളിലും പിന്നീട് തനിക്ക് അവസരം കിട്ടിയില്ല. തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തതുകൊണ്ട് മാത്രമാണ് അവസരം നിഷേധിച്ചതെന്ന് ശ്രീലേഖ മിത്ര പറയുന്നു. അങ്ങനെ 2 വിക്കറ്റുകളാണ് മലയാള സിനിമയിൽ നിന്നും ഇപ്പോൾ വീണിരിക്കുന്നത്. 2 പ്രമുഖർ അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നതോടുകൂടി കൂടുതൽ ആൾക്കാർ പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്.